ഈശോയിലെ ഏറ്റവും പ്രിയമുള്ളവരെയും പിറവിക്കാലം ഒന്നാം ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ഈശോയെ സന്ദർശിക്കുന്ന ജ്ഞാനികളെക്കുറിച്ചുള്ള വിവരണം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 23 വരെയുള്ള ഭാഗമാണ് നമ്മൾ ശ്രവിക്കുന്നത്. ഈശോയുടെ ശൈശവ കാലം, ഈശോയുടെ ജനനം മുതൽ ഈശോയുടെ പരശുശ്രൂഷ തുടങ്ങുന്നത് വരെയുള്ള ഭാഗം മുഴുവനും പ്രത്യേകിച്ച് ശൈശവ കാല വിവരണം വിശുദ്ധ മത്തായി അവതരിപ്പിക്കുകയാണ്. നമുക്കറിയാം, ഈശോ തന്നെ പറയുന്നൊരു ഭാഗമുണ്ട്. യോഹന്നാൻ 12:32, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ സകല മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. വാസ്തവത്തിൽ ഈശോ ഉയർത്തപ്പെടുമ്പോൾ മാത്രമല്ല, ഈശോ ഭൂമിയിലെത്തുമ്പോൾ തന്നെ സകല മനുഷ്യരെയും, പ്രപഞ്ചത്തെ മുഴുവനും ആകർഷിക്കുന്നതായിട്ടാണ് മത്തായി സുവിശേഷത്തിൽ കാണിക്കുന്നത്. നക്ഷത്രങ്ങൾ കർത്താവിൻ്റെ ആ ജനനം അടയാളപ്പെടുത്തുന്നു. കിഴക്ക് നിന്ന് ജ്ഞാനികൾ വരുന്നു. അങ്ങനെ ഈശോയുടെ പുൽക്കൂട്ടിലേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടുന്നു. രാജാക്കന്മാർ, ഹെറോദേസ് ശിശുവിനെക്കുറിച്ച് അന്വേഷിക്കുന്നു. അങ്ങനെ ഈശോയിലേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടുകയാണ്. ആ സംഭവമാണ് മത്തായി വിവരിക്കുന്നത്. ഹെറോദേസ് രാജാവിൻ്റെ കാലത്ത് 37 BC മുതൽ 2 AD വരെ ജീവിച്ചിരുന്ന, ജെറുസലേം ദേവാലയം പുതുക്കി പണിത യഹൂദന്മാരുടെ രാജാവെന്ന് അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് ഹെറോദേസ്. യൂദയായിലെ ബേത്ലഹേമിലാണ് ഈശോ ജനിച്ചത് എന്നുള്ള ഭാഗം ഈ സുവിശേഷ ഭാഗത്ത് 3 പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. ബേത്ലഹേമിൻ്റെ പ്രാധാന്യം. ബേത്ലഹേം ദാവീദിൻ്റെ പട്ടണമാണ്. യൂദയായിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് പഴയ നിയമത്തിൽ പ്രവചിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ്. മിക്ക 5:2, യൂദയായിലെ ബേത്ലഹേമേ, നീ പ്രമുഖ നഗരങ്ങളിലൊട്ടും താഴെയല്ല, ഇസ്രായേലിനെ മേയ്ക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ്. ഇതെല്ലാം പൂർത്തിയാകുന്ന രീതിയിലാണ് ബേത്ലഹേമിൻ്റെ പ്രാധാന്യം. ബേത്ലഹേം എന്ന് പറഞ്ഞാൽ ബേത്ത് ഭവനം, അപ്പത്തിൻ്റെ ഭവനം. അപ്പോൾ ആ സ്ഥലത്തേക്ക് പൗരസ്ത്യ ദേശത്തു നിന്നും ജ്ഞാനികൾ വരുന്നു. ഈ പൗരസ്ത്യ ദേശം, വാസ്തവത്തിൽ ഈശോ ജനിച്ചത് തന്നെ പൗരസ്ത്യ ദേശത്താണ്. ജെറുസലേമിൻ്റെ അടുത്തുള്ള ബേത്ലഹേം യൂദയ നാട് പൗരസ്ത്യ ദേശമാണ്. ഈശോ സ്ഥാപിക്കുന്ന ആ ക്രിസ്തു മതം ഒരു പൗരസ്ത്യ മതമാണ്. കൂടുതലും ഇന്ന് പലരും ചിന്തിക്കുന്നത് ഒരു പടിഞ്ഞാറൻ വെസ്റ്റേൺ മതവിശ്വാസമാണെന്നാണ്. വാസ്തവത്തിൽ പൗരസ്ത്യ നാട്ടിൽ ഉത്ഭവിച്ചതാണ്. അതിൻ്റെയും പൗരസ്ത്യമായ സ്ഥലത്തു നിന്നാണ് ജ്ഞാനികൾ എത്തുന്നത്. ഈ ജ്ഞാനികൾ വരുന്നത് പേർഷ്യയിൽ നിന്നാണ്. പേർഷ്യ നമുക്കറിയാം, യഹൂദന്മാരെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയ രാജ്യമാണ്. 597 മുതൽ 586 വരെ ബാബിലോണിയൻ അടിമത്തം. അതിനുശേഷം 539 സൈറസിൻ്റെ കാലത്ത് അവർ തിരിച്ചു വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള അവിടെ നിന്നുള്ള ആളുകൾ അടിമകളാക്കി കൊണ്ടുപോയിട്ട് രക്ഷപ്പെട്ട് അവർ തിരിച്ചു വന്നു. എങ്കിലും ആ ജനം പോലും ഈശോയെ അന്വേഷിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ജനതകളും, ഒരിക്കൽ അടിമകളാക്കി വെച്ചവർ പോലും ഈശോയെ അന്വേഷിക്കുന്നു. അവർ ജെറുസലേമിലെത്തി. അവർ അന്വേഷിച്ചു, എവിടെയാണ് യഹൂദന്മാരുടെ രാജാവായി ജനിച്ചവൻ? 2-ാം വാക്യം, രാജാവായി ജനിച്ചവൻ എവിടെ? ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ രാജാക്കന്മാരുടെ പ്രത്യേകത, ഈ ജ്ഞാനികൾ, അവർ ഹോളി മാഗി, അവർ മാജിക്കുകൾ നടത്തുന്നവർ എന്ന അർത്ഥത്തിൽ, പക്ഷേ യഥാർത്ഥത്തിൽ അവർ ജ്യോതിശാസ്ത്രജ്ഞന്മാർ. അവർ രാജാക്കന്മാരെന്ന് വിളിക്കാൻ കാരണം, പൂജ്യ രാജാക്കന്മാരെന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കാൻ കാരണം ഈശോയെ രാജാവായി കണ്ടുകൊണ്ട് അന്വേഷിച്ചവർ എന്ന അർത്ഥത്തിലാണ്. പൂജിക്കുവാൻ വന്നവർ, ഈശോയെ പൂജിക്കുവാൻ വന്ന അന്വേഷിച്ചവർ, അവർക്ക് ആ പേര് തന്നെ ലഭിക്കുകയാണ്. അങ്ങനെയാണ് പൂജ്യ രാജാക്കന്മാരെന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കാൻ വന്നിരിക്കുകയാണ്. ഈ കിഴക്ക്, സൂര്യൻ ഉദിക്കുന്ന സ്ഥലം, പ്രകാശം ഉദിക്കുന്ന സ്ഥലം കിഴക്ക്. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ 8-ാം വാക്യം, ഉൽപ്പത്തി 2:8, കിഴക്ക് അവൻ ഏദനിൽ ഒരു തോട്ടം സ്ഥാപിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ കിഴക്ക് എന്ന് പറയുന്നതും പറുദീസ സ്ഥാപിക്കുന്നത് കിഴക്കാണ്. അതിൻ്റെ അർത്ഥം പ്രകാശത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ സ്ഥലമായിട്ടാണ് പറുദീസ. മനുഷ്യൻ വിളിക്കുന്ന പേരുകളാണ് അവിടെയുള്ള ജീവജാലങ്ങൾക്ക് ലഭിക്കുന്നത്. പൂഴിയിൽ നിന്നും മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ്റെ നാസാരന്ധ്രങ്ങളിലേക്ക് ഊതി റൂഹ
കർത്താവിൻ്റെ ആത്മാവിനെ അല്ല ജീവനെ നിവേശിപ്പിച്ച് മനുഷ്യന് ജീവൻ നൽകുന്നു. ആ മനുഷ്യൻ്റെ വാരിയിൽ നിന്നും സ്ത്രീയെ സൃഷ്ടിക്കുന്നു. അങ്ങനെ ജീവൻ വിളയുന്ന ഒരു സ്ഥലം, അതുപോലെ തന്നെ നന്മനന്മകൾ തിരിച്ചറിയുന്ന ജീവൻ്റെ വൃക്ഷമുള്ള സ്ഥലം, അങ്ങനെ ജീവൻ വിളയുന്ന സ്ഥലമാണ് കിഴക്ക്, പറുദീസ. അതിൻ്റെയൊക്കെ ഒരു സൂചനയാണ്. കിഴക്കാണ് ഈശോയുടെ നക്ഷത്രം കാണുന്നത്. അപ്പോൾ കിഴക്കിൻ്റെ പ്രാധാന്യം അതാണ്. അതുകൊണ്ടാണ് ഈ ആരാധനകളെല്ലാം കിഴക്കോട്ട് തിരിഞ്ഞ ക്രൈസ്തവ പാരമ്പര്യത്തിൽ കിഴക്കോട്ട് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പൗരസ്യ സഭകൾ പ്രത്യേകിച്ച്. അതിന് കാരണം ഈ ആരാധനാ സമൂഹം അതിന് പ്രപഞ്ചാത്മകമായ ഒരു മാനമുണ്ട്, കോസ്മിക് ഡയമെൻഷൻ. ഒരു അടഞ്ഞ സമൂഹത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നിന്ന് ഒരു ഡയലോഗ് സംഭാഷണത്തിൽ ഏർപ്പെടുകയല്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ എല്ലാവരും നിന്നുകൊണ്ട് ദൈവത്തിലേക്ക്, പ്രകാശത്തിലേക്ക് തിരിഞ്ഞു നിൽക്കുക. അതാണ് കിഴക്ക് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ആ ഒരു കിഴക്ക് നിന്നുള്ള നക്ഷത്രം അതുകൊണ്ട് അവനെ ആരാധിക്കുവാൻ ഞങ്ങൾ വന്നിരിക്കുകയാണ്. ഈ രാജാക്കന്മാർ 3 പ്രാവശ്യം അവരുമായിട്ട് ബന്ധപ്പെട്ട് 2-ാം വാക്യം, 8-ാം വാക്യം, 11-ാം ആരാധിക്കാൻ വരുന്നു എന്നാണ്. ഇവർ വരുന്നത് വെറുമൊരു രാജാവിനെ ആരാധിക്കേണ്ട ആവശ്യമില്ല, രാജാരാധന അല്ലല്ലോ. അപ്പം ഈ ജനിച്ചിരിക്കുന്ന ആൾ ദൈവപുത്രനാണ്, ദൈവികതയുള്ളവനാണ്. അതുകൊണ്ടാണ് ഈ ആരാധിക്കുന്നത്. ഇത് കേട്ട് 3-ാം വാക്യം, ഹെറോദേസ് രാജാവ് അസ്വസ്ഥനായി. മണിക്കത്തനാരുടെ വിവരണത്തിൽ പറയുന്നത് സൈ എന്നുള്ള സുറിയാനി വാക്കാണ്. ഇളകി എന്നാണ്. ഇളകി. അവനോടൊപ്പം ജെറുസലേം മുഴുവൻ ഇളകിയെന്നാണ്. നഗരം മുഴുവൻ ഇളകിയെന്നാണ്. ഇതേ വാക്ക് തന്നെയാണ് ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഓശാന നാളിൽ പ്രവേശിക്കുമ്പോൾ മത്തായി 21:10 പറയുന്നുണ്ട്. ജെറുസലേം മുഴുവൻ ഇളകി. ആരാണിവൻ? പട്ടണം മുഴുവൻ ഇളകിയെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈശോയുടെ ആ രാജ്യത്വത്തിൽ ഈശോ രാജാവായി വന്നു എന്ന് പറയുമ്പോൾ മറ്റ് രാജസ്ഥാനങ്ങളെല്ലാം ഇളകുകയാണ്. രാജാവായിട്ട് കണക്കാക്കുന്നവർ, അവരുടെ രാജാവിൻ്റെ അധികാരങ്ങൾ, അവരുടെ സ്ഥാനങ്ങളെല്ലാം, അതിനെല്ലാം ഇളക്കം തട്ടുകയാണ്. യഥാർത്ഥ രാജാവ് കർത്താവാണ്. അതുകൊണ്ട് പ്രധാന പുരോഹിതന്മാരെ, ജനങ്ങളിലെ നിയമജ്ഞരെയെല്ലാം വിളിച്ചു കൂട്ടുകയാണ്. യഹൂദന്മാർക്ക് രാജാവായിട്ട് ജനിക്കുന്ന മിശിഹ എവിടെ നിന്ന് ജനിക്കും? 4-ാം വാക്യം. അപ്പോഴാണ് ഈ മിഖായുടെ പ്രവചനം, യൂദയായിലെ ബേത്ലഹേമിലാണ് ജനിക്കുന്നത്. നീ യൂദയായിലെ പ്രമുഖ നഗരങ്ങൾ ഒട്ടും താഴെയല്ല. എൻ്റെ ജനമായ ഇസ്രായേലിനെ നയിക്കാനുള്ളവൻ നിന്നിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. വളരെ വ്യക്തമായിട്ട് ഈശോ ബേത്ലഹേമിൽ ജനിക്കുമെന്നുള്ള ആ പ്രവചനം രാജാവ് കേൾക്കുകയാണ്. അദ്ദേഹം വാസ്തവത്തിൽ പരിഭ്രമിച്ചു. അതുകൊണ്ട് ജ്ഞാനികളെ രഹസ്യമായി വിളിച്ച് നക്ഷത്രം പ്രത്യക്ഷപ്പെട്ട സമയം എപ്പോഴാണ് പ്രത്യക്ഷപ്പെടുന്നത് കണ്ടെത്തി അന്വേഷിച്ചറിഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ബേത്ലഹേമിലേക്ക് അവരെ അയച്ചുകൊണ്ട് പറയുകയാണ്, പോയി ശിശുവിനെ കണ്ടു കഴിയുമ്പോൾ സൂക്ഷ്മമായി അന്വേഷിക്കുക, ഞാനും ചെന്ന് അവനെ ആരാധിക്കേണ്ടതിന് എന്നെ അറിയിക്കുക. അപ്പോൾ എനിക്കും അവനെ ആരാധിക്കണം. അവൻ അറിയാതെ പറയുന്നതാണ്. യഥാർത്ഥ രാജാവിനെ ആരാധിക്കണമെന്ന് അവന് സൂത്രവിദ്യയിൽ പറയുന്നതാണെങ്കിലും അറിയാതെ തന്നെ ഈശോയെ ആരാധിക്കണമെന്ന് പറയുകയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ ഉടൻ തന്നെ കിഴക്ക് നിന്നുള്ള കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു. ശിശു കിടക്കുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു എന്നാണ് സഭാപിതാവായ ഗ്രിഗറി നസ്യാൻസൻ പറയുന്നത്. ഈശോയുടെ ജനനത്തോടുകൂടി നക്ഷത്രങ്ങളുടെ ഭ്രമണപഥങ്ങൾ അവയെല്ലാം നിയന്ത്രിക്കുന്നത് ഈശോയാണ്. ഈശോയിലേക്കാണ് എല്ലാം കേന്ദ്രീകരിക്കുന്നത്. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾ ഈശോയിലേക്ക് സഞ്ചരിക്കുന്നതായിട്ട് കാണുന്നത്. പ്രപഞ്ചം മുഴുവനും ഈശോയിലേക്ക് തിരിയുന്നു എന്നാണ്. നക്ഷത്രം കണ്ടപ്പോൾ അവർ അത്യധികം സന്തോഷിച്ചു. ആ സന്തോഷം വാസ്തവത്തിൽ ഒരു വലിയ ഹൃദയത്തിൻ്റെ ഒരു വിമോചനമാണ്. കർത്താവിനെ, യഥാർത്ഥ രക്ഷകനെ കാണുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷമാണ്. കാണാൻ ഒരുങ്ങിയപ്പോൾ തന്നെ, കാണുന്ന നക്ഷത്രം കണ്ടപ്പോൾ തന്നെ സന്തോഷമാണ്. കാരണം ഈശോ ആരാണ്? ഈശോ യഥാർത്ഥ വിമോചകനാണ്. അവർ ശിശുവിനെ അമ്മയായ മറിയത്തോടുകൂടി കാണുകയും അവനെ കുമ്പിട്ട് ആരാധിക്കുകയും ചെയ്തു. പ്രോസ്കിനെയോ എന്നാണ് ഗ്രീക്കിൽ, സുറിയാനിയിലെ സഗത. കുമ്പിട്ട് ആരാധിക്കുന്നത് ആരുടെ മുമ്പിലാണ്? ദൈവത്തിൻ്റെ മുമ്പിലാണ്. അപ്പം ഈശോയുടെ ദൈവത്വം അംഗീകരിച്ചുകൊണ്ട് ഈശോയുടെ മുമ്പിൽ താണു വീണ് സാഷ്ടാംഗം പ്രണമിക്കുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു? അവർ ചെയ്യുന്നത് നിക്ഷേപ പാത്രങ്ങൾ തുടർന്ന്
തുറന്ന് പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചയർപ്പിച്ചു. പഴയ നിയമത്തിലെ പ്രവചനങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് ഉള്ള ചില കാര്യമാണിത്. സങ്കീർത്തനം 72:10 വിജാതി രാജാക്കന്മാർ കാഴ്ചകൾ കൊണ്ടുവന്ന് പ്രണമിക്കും എന്നുള്ളത് പൂർത്തിയാകുകയാണ്. ഏശയ്യ 60:3 ജനതകൾ നിൻ്റെ പ്രകാശത്തിലേക്കും രാജാക്കന്മാർ നിൻ്റെ ഉദയ ശോഭയിലേക്കും വരും. ഈ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചുകൊണ്ടാണ് ഇവർ ഈ കാഴ്ചകൾ സമർപ്പിക്കുന്നത്. ഈ കാഴ്ചകൾക്ക് തന്നെ പ്രത്യേകതയുണ്ട്. പൊന്ന് സമർപ്പിക്കുന്നത് രാജാവിനാണ്. പൊന്നും തേനും അയച്ച് കുഞ്ഞുങ്ങളുടെ കൊടുക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. നമ്മളുടെ സുറിയാനി പാരമ്പര്യത്തിൽ കുഞ്ഞ് ജനിച്ചാൽ പൊന്ന് അരച്ചു കൊടുക്കുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്തിൻ്റെ സൂചനയായിട്ട് അങ്ങനെ പൊന്ന് വാസ്തവത്തിൽ ഒരു രാജകീയ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യമാണ്. ഈശോയുടെ രാജത്വം അംഗീകരിക്കുന്നത് കൊണ്ടാണ് ഈ പൊന്ന് കൊടുക്കുന്നത്, സ്വർണം കൊടുക്കുന്നത്. സ്വർണം സമൃദ്ധിയുടെ അടയാളമായിട്ടാണ് ഇന്നത്തെ ഒന്നാമത്തെ വായനയിലുണ്ട്. ഈ പറുദീസായ്ക്ക് ചുറ്റും ഏദൻ തോട്ടത്തിന് ചുറ്റും ഒഴുകുന്ന ആദ്യത്തെ ആ നദിയുടെ സ്വർണത്തിൻ്റെ തീരമായിട്ടാണ്, സ്വർണ്ണമുള്ള സ്ഥലമായിട്ടാണ്. അപ്പം അങ്ങനെ ആ സമൃദ്ധി കാണിക്കുകയാണ്. അത് കൊടുക്കുന്നു പൊന്ന്. കുന്തിരിക്കം ഈശോ ഒരു പുരോഹിതനായിത്തീരുന്നു. നിത്യപുരോഹിതനാണെന്നാണല്ലോ സഭയുടെ അതുപോലെ തന്നെ ഹെബ്രായ ലേഖനമൊക്കെ പറയുന്ന ഒരു പുരോഹിതൻ ദൈവത്തിന് ധൂപമർപ്പിക്കുന്ന ആൾ, അതിൻ്റെ പ്രതീകമായിട്ട് മീറ ആസ്വദര ഈശോ അനുഭവിക്കുവാൻ പോകുന്ന ത്യാഗത്തിൻ്റെ, സമർപ്പണത്തിൻ്റെ, ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ സൂചന നമുക്കറിയാം. മീറ ചേർത്ത് വിനാഗിരി കർത്താവിന് കൊടുക്കുന്നതായിട്ട്. അങ്ങനെ കർത്താവിനെ അവരാരാധിച്ചുകൊണ്ട് കൊടുക്കുന്ന ആ സമ്മാനം തന്നെ കർത്താവിൻ്റെ ദൗത്യം, രാജകീയ പുരോഹിത ബലിയർപ്പകനും പുരോഹിതനുമാണെന്നുള്ള ആ ദൗത്യം കൂടി വ്യക്തമാക്കുകയാണ്. പിന്നീട് സംഭവിക്കുന്ന ഒരു കാര്യം 12-ാം വാക്യം, ഹെറോദേസിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകരുതെന്ന സ്വപ്നത്തിൽ മുന്നറിയിപ്പ് ലഭിച്ചതനുസരിച്ച് അവർ മറ്റൊരു വഴിയെ സ്വദേശത്തേക്ക് പോയി. ഇത് സൂചിപ്പിക്കുന്നത് ഈശോയെ കണ്ടുമുട്ടുമ്പോൾ, യഥാർത്ഥ രക്ഷകനെ കണ്ടുമുട്ടിയാൽ നാം വന്ന വഴിയെ പോവുകയില്ല, പുതിയ വഴി നമുക്ക് ലഭിക്കും. ഈശോ ആരാണ്? യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ മോചിപ്പിക്കുന്നവനാണ്. ഇന്നത്തെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 3-ാമത്തെ വായന ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം, മിശിഹ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മെ നയിച്ചിരിക്കുന്നു. അടിമത്തത്തിലേക്ക് നാം ഇനി വിധേയരാകരുത്. എന്നിട്ട് ആ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമാണ് സാറ. അതേസമയം ഹാഗാർ അടിമത്തത്തിൻ്റെ പ്രതീകമാണ്. നാം എല്ലാവരും സാറായുടെ മക്കളിലൂടെ, ഈസഹാക്കിലൂടെ വാഗ്ദാനം പ്രാപിച്ചവരാണ്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നു. ദൈവം നൽകുന്ന സ്വാതന്ത്ര്യം അത് ഈശോയിലൂടെ അത് പൂർത്തീകരിക്കുകയാണ്. അതുകൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം ആദിമസഭയുടെ സൃഷ്ടിയിൽ തന്നെ കാണുന്നത് അത് തന്നെയാണ്. ആദിമസഭ അനുഭവിച്ച സ്വാതന്ത്ര്യം അതാണല്ലോ. അതുപോലെ തന്നെയാണ് സൃഷ്ടിയിലും പ്രപഞ്ചത്തിൻ്റെ ആ ഏദൻ തോട്ടത്തിൽ നടന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ ഈശോയെ കണ്ടുമുട്ടുമ്പോൾ വിമോചനവും സ്വാതന്ത്ര്യവും ലഭിക്കും എന്നുള്ള വലിയ സൂചന കൂടി മത്തായി സുവിശേഷൻ ഇത് വിളിച്ചേർത്തിരിക്കുകയാണ്. തുടർന്ന് നമ്മൾ കാണുന്നത് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിലേക്ക് നാം പോകണം. അതിനുശേഷം കർത്താവ് നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുമെന്നുള്ള സൂചനയാണ്. അതായത് ഈ സ്വപ്നത്തിൽ ദൂതൻ അവർ പോയതിന് ശേഷം സ്വപ്നത്തിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് യോസേപ്പിനോട് പറയുകയാണ്, കുഞ്ഞിനെ അമ്മയും കൂട്ടി ഈജിപ്തിലേക്ക് പോവുക. കാരണം ഹെറോദേസ് കുഞ്ഞിനെ കൊല്ലാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈജിപ്തിലേക്കുള്ള പലായനം പഴയ നിയമ ജനതയുടെ ഈജിപ്തിലെ അടിമത്തത്തിൻ്റെ ഒരു സൂചനയായിട്ടാണ്. ഈശോയുടെ അടുത്ത കാലത്ത് തന്നെ ജീവിച്ചിരുന്ന ഫ്ലാവിയസ് യോസഫസ് അദ്ദേഹം എഴുതുന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്, ഈ മോശയുടെ പല ജീവിതാനുഭവങ്ങളും, മോശയ്ക്ക് സംഭവിച്ച പല കാര്യങ്ങളും ഈശോയിൽ പൂർത്തീകരിക്കുകയും പ്രതിഫലിക്കുകയും ചെയ്യുന്നതായിട്ട്. അതുകൊണ്ട് ഈജിപ്തിലേക്കുള്ള ആ യാത്ര, ഇസ്രായേൽ ജനത്തിൻ്റെ ആ ഈജിപ്തിലെ അടിമത്തത്തിൻ്റെ അനുഭവം ഈശോ സ്വന്തമാക്കുന്നു. ഈജിപ്തിൽ നിന്നും ഞാൻ എൻ്റെ മകനെ വിളിച്ചു എന്നുള്ള പ്രവചനം പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇത് സംഭവിച്ചത് എന്ന് പ്രത്യേകമായിട്ട് ഹോശയ്യ 11:1 പൂർത്തിയാകാൻ വേണ്ടിയാണ് സംഭവിച്ചത്. ജ്ഞാനികൾ തങ്ങളെ കബളിപ്പിച്ചെന്നറിഞ്ഞപ്പോൾ ഹെറോദേസ് ഈ 2 വയസ്സിൽ താഴെയുള്ള എല്ലാ ആൺകുട്ടികളെയും ആളയച്ച് വധിച്ചു. അത് നമുക്കറിയാം മോശയുടെ സംഭവത്തിൻ്റെ ഒരു പ്രതിഫലനമാണ്.
ഇതെന്താണ്? ജെറമിയ പ്രവാചകൻ വഴി അരുളി ചെയ്യപ്പെട്ട കാര്യം പൂർത്തിയാവുകയാണ്. ജെറമിയ 31:5 റാമായിൽ ഒരു വലിയ വിലാപം. പഴയ നിയമ വിപ്രവാസ ആ കാലത്ത് അവർ നടന്നു പോയത് റാഹേലിൻ്റെ ശവകുടീരത്തിൻ്റെ അടുക്കിലേക്കൂടെയായിരുന്നു. അപ്പോൾ റാഹേലിൻ്റെ വിലാപം, റാമായിൽ നിന്നുള്ള ആ വിലാപം ജെറുസലേമിൽ നിന്നും ഏതാണ്ട് 6 കിലോമീറ്റർ ദൂരെയുള്ള സ്ഥലമാണ്. അത്രയും ദൂരെ പ്രതിധ്വനിക്കുകയാണ് ഈ റാഹേലിൻ്റെ മക്കളെ ഓർത്തുള്ള വിലാപം. എന്താണ് ആ വിലാപം? അവർക്ക് മക്കളെ നഷ്ടപ്പെട്ടു, സന്താനങ്ങളെ നഷ്ടപ്പെട്ടു. അവളെ സാന്ത്വനപ്പെടുത്തുക അസാധ്യമാണ്. അവൾക്ക് സന്താനങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ റാഹേലിൻ്റെ വിലാപം നമുക്കറിയാം, അന്ന് തുടങ്ങിയ വിലാപമല്ല. ഓരോ യുദ്ധത്തിലും കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുമ്പോൾ ഉണ്ടാകുന്ന അമ്മമാരുടെ വിലാപം, മനുഷ്യരുടെ മുഴുവൻ വിലാപം ഇന്നും ലോകത്തിൽ ഇന്നും തുടരുകയാണ്. ഈ വിശുദ്ധ നാട്ടിൽ പോലും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും രാജ്യങ്ങൾ തമ്മിലുള്ള കുടിപ്പകകൾ, അതുപോലെ തന്നെ വർഗം തിരിഞ്ഞ് ചേരിചിരിഞ്ഞുള്ള അക്രമം, അതിൽ നിന്നെല്ലാം യഥാർത്ഥത്തിൽ വിലപിക്കുന്നത് ആരാണ്? അമ്മമാരാണ്. അതിൻ്റെ എല്ലാം ഒരു പ്രതീകമായിട്ട് റാഹേലിൻ്റെ വിലാപം. പക്ഷെ ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും സ്വപ്നത്തിൽ യോസേപ്പിന് ദൂതൻ പ്രത്യക്ഷപ്പെട്ട് ഈശോയെ തിരിച്ചു കൊണ്ടുവരാൻ പറയുക. തിരിച്ചുവരവ്. ആ തിരിച്ചുവരവ് അതും വലിയ പഴയ നിയമ ഭാഗങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് അവൻ തിരിച്ചു വരികയാണ്. തിരിച്ചു വന്ന് ഗലീലിയ പ്രദേശത്തേക്ക് പോയി അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും. പ്രവാചകൻ വഴി അരുളി ചെയ്ത് നിറവേറാൻ വേണ്ടിയാണ്. യെശയ്യാ 11:1 നെത്സർ എന്ന് പറഞ്ഞാൽ മുള എന്നർത്ഥമുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം നസീർ വ്രതം, സാംസനെ പോലെ പ്രത്യേക വ്രതമനുഷ്ഠിച്ചവർ, രക്ഷയുടെ മുകുളം, അത് പൂർത്തീകരിക്കുന്നു. അപ്പോൾ അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും. ഈശോയുടെ പേര് ജീസസ് ഓഫ് നാസറത്ത്, നസ്രായൻ എന്നാണ്. ഇത് വളരെ അർത്ഥവത്തായ ഒന്നാണ്. ക്രിസ്ത്യാനികളെന്ന് വിളിക്കപ്പെടുന്നതിന് മുൻപ് ക്രിസ്ത്യാനികളിൽ അറിയപ്പെട്ടിരുന്ന നസ്രായ പക്ഷമെന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 24:5. വാസ്തവത്തിൽ ഭാരതത്തിലെ പുരാതന ക്രൈസ്തവരുടെ പേര് നസ്രാണികൾ എന്ന് പറഞ്ഞാൽ നസ്രായർ എന്ന് പറഞ്ഞാൽ ഈശോയുടെ പകരക്കാർ, ഈശോയുടെ നാട്ടുകാർ, നസസ്സുകാർ എന്നാണ്. അപ്പോൾ നമ്മൾ പുരാതനമായ ഒരു പാരമ്പര്യം മാർത്തോമാ ശ്ലീഹായിലൂടെ ലഭിച്ചവരാണ് നമ്മൾ. അങ്ങനെ നസ്രായൻ്റെ പക്ഷത്തിലുള്ളവർ, നസ്രായൻ്റെ ജീവിതാനുഭവങ്ങൾ, ആ സ്വാതന്ത്ര്യം, ആത്മീയമായ വിമോചനം സ്വന്തമാക്കിയവർ, ആ കർത്താവിൻ്റെ രക്ഷ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ നയിച്ചിരിക്കുന്നു എന്നുള്ള അനുഭവം സ്വന്തമാക്കുവാൻ ഇന്നത്തെ തിരുവചനങ്ങൾ നമ്മെ ക്ഷണിക്കുകയാണ്. പുൽക്കൂട്ടിൽ ഈശോയെ കണ്ടുമുട്ടിയ ആ വിവിധ രാജാക്കന്മാർ പുതിയ മനുഷ്യരായി പുതിയ വഴിയെ പോകുന്നത് പോലെ നാമും സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മളെ മോചിപ്പിച്ച കർത്താവ് കാണിച്ചു തരുന്ന വഴിയിലൂടെ, അത് ദുർഘടമായ വഴികളുണ്ടാകാം, പലായനങ്ങളുണ്ടാകാം, പക്ഷേ ഒരു തിരിച്ചുവരവുണ്ട്. നസ്രസ്തനിലേക്കുള്ള തിരിച്ചുവരവ്, നസ്രായൻ്റെ അടുത്തേക്കുള്ള ഒരു തിരിച്ചുവരവ്, നസ്രായനോടൊപ്പമുള്ള ജീവിതം. അങ്ങനെ പുതുവർഷത്തിലേക്ക് നമുക്ക് ഈ പ്രതീക്ഷയോടെ പ്രവേശിക്കാം. ഈശോ ജനിച്ചതിൻ്റെ ജൂബിലി ആഘോഷിക്കുന്ന ഒരു വർഷം കൂടിയാണല്ലോ. അങ്ങനെ സന്തോഷത്തോടു കൂടി ഈശോയോടൊപ്പം നമ്മുടെയും ജീവിത പ്രയാണം നമുക്ക് മുന്നോട്ട് നയിക്കാം. കർത്താവ് ഈശോ മിശിഹ, യുഗങ്ങളുടെ രാജാവായ മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ.